ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊസസീവ് ജെറണ്ടിനെ കുറിച്ചാണ്. പൊസസീവ് ജെറണ്ട്, മൈ ബീയിങ്, ഹിസ് ബീയിങ്, ഹർ ബീയിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജെറണ്ട് എന്നാൽ ഒരു വേർബിൻ്റെ ബേസ് ഫോമിനോടുകൂടി ING ഫോം ചേർക്കുന്നതാണ്. നമുക്കറിയാമത് ING ഫോം ചേർക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, അത് ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ്. ഈ ബേസ് ഫോമിനോട് കൂടി ഒരു ING ചേർത്താൽ അത് സ്ലീപ്പിംഗ് എന്നാവും. അപ്പോൾ അതൊരു നൗൺ ഫോമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്ലീപ്പിംഗ് എന്നാൽ ഉറക്കം, ഉറങ്ങുക എന്ന വേർബിനെ നമ്മൾ ING ചേർത്ത് ഉറക്കം എന്ന ഒരു നൗൺ ആക്കി മാറ്റുന്നു. ഇത് വേർബിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നൗൺ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ വേർബൽ നൗൺ എന്ന് പറയാം. ഈ വേർബൽ നൗൺ എന്ന് പറയുന്നത് തന്നെയാണ് ജെറണ്ട്. ജെറണ്ട് നമുക്ക് ഒരു വേർബൽ നൗൺ ആയതുകൊണ്ട് നൗൺ, ഒരു സാധാരണ ഒരു നൗൺ ഒരു സെൻറ്റൻസിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അത്തരത്തിലൊക്കെ ജെറണ്ടും ഉപയോഗിക്കാം. നമുക്ക് അതൊരു സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു ഓബ്ജക്റ്റ് ആയിട്ടും അങ്ങനെ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു വേർബിനോട് കൂടി ING ഫോം ചേർക്കുന്നതാണ് ജെറണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്ലീപ്പിംഗ്, ടീച്ചിങ്, വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ് ഇതൊക്കെ നമുക്ക് ജെറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി വേർബിനോടുകൂടി, വേർബിൻ്റെ ബേസ് ഫോമിനോടുകൂടി ING ചേർത്താൽ നമുക്ക് ജെറണ്ട് കിട്ടും എന്ന് പറഞ്ഞല്ലോ. പക്ഷേ വേർബിൻ്റെ ബേസ് ഫോമിനോടുകൂടി ING ചേർത്ത് നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാക്കാം. പക്ഷേ അപ്പോൾ രണ്ടിൻ്റെയും ഫോം ഒന്ന് തന്നെയാണ്, എങ്കിലും അതിൻ്റെ ഫങ്ഷൻസ് വളരെ ഡിഫറൻ്റ് ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു അഡ്ജക്റ്റീവായിട്ട്, ആഡ്വേർബായിട്ട്, വേർബായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ജെറണ്ട് നമ്മളെപ്പോഴും നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അതൊന്നും അല്ല, പൊസസീവ് ജെറണ്ട്. അപ്പോൾ ജെറണ്ട് എന്താണെന്ന് അറിഞ്ഞാലല്ലേ പൊസസീവ് ജെറണ്ട് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ജെറണ്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്. ജെറണ്ട് നമ്മൾ പല പ്രാവശ്യം പല ക്ലാസ്സുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പൊസസീവ് ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ഒരു ജെറണ്ടിന് മുന്നിൽ ചേർക്കുന്നതാണ്. ഇപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ജെറണ്ടാണല്ലോ. ടീച്ചിങ്, പഠിപ്പിക്കൽ, അത് ഒരു ജെറണ്ടാണ്. ജെറണ്ടിന് മുമ്പിൽ നമുക്ക് മൈ ടീച്ചിങ്, എൻ്റെ ടീച്ചിങ് എന്നായി. അപ്പോൾ മൈ എന്ന ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് അതിന് മുന്നിൽ വെച്ചു. മൈ ടീച്ചിങ്, എൻ്റെ പഠിപ്പിക്കൽ, എൻ്റെ ടീച്ചിങ്. യുവർ ടീച്ചിങ്, നിങ്ങളുടെ ടീച്ചിങ്. ഹിസ് ടീച്ചിങ്, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്. ഹർ ടീച്ചിങ്, അവളുടെ ടീച്ചിങ്. ഇങ്ങനെയൊക്കെയായി. അപ്പോൾ അങ്ങനെ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസസീവ് ജെറണ്ട് കിട്ടി. വളരെ ഈസി അല്ലേ? അപ്പോൾ ഹിസ്, ഹെർ, അവർ, ദെയർ, മൈ, യുവർ ഇതൊക്കെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇങ്ങനെ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ഒരു ജെറണ്ടിന് മുന്നിൽ ചേർത്താൽ നമുക്ക് പൊസസീവ് ജെറൻസ് കിട്ടും. ഈ പൊസസീവ് ജെറൻസ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ശ്രദ്ധിക്കൂ. ഐ നോ ഷീ ഡസൻറ്റ് ലൈക്ക് മൈ ടോക്കിംഗ്. ഈ സെൻറ്റൻസിൽ മൈ ടോക്കിംഗ് എന്നത് ആണ് പൊസസീവ് ജെറണ്ട്. ഐ നോ ഷീ ഡസൻറ്റ് ലൈക്ക് മൈ ടോക്കിംഗ്. അവൾക്ക് എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം എന്നാണ് അതിൻ്റെ മീനിങ്. ഐ നോ ഷീ ഡസൻറ്റ് ലൈക്ക് മൈ ടോക്കിംഗ്. ടോക്കിംഗ് എന്ന ജെറണ്ടിന് മുന്നിൽ മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വെച്ചു. ഐ മിസ് മൈ മോംസ് കുക്കിംഗ്. ഇവിടെ മോംസ് കുക്കിംഗ് എന്നതാണ് പൊസസീവ് ജെറണ്ട്. ഐ മിസ് മൈ മോംസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മദറിൻ്റെ പാചകം മിസ് ചെയ്യുന്നു. കുക്കിംഗ് എന്നാൽ പാചകം. മൈ മോംസ് കുക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു പൊസസീവ് ജെറണ്ടാണ്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മൈ സ്റ്റേയിങ് അറ്റ് യുവർ ഹൗസ്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് മൈ സ്റ്റേയിങ് അറ്റ് യുവർ ഹൗസ്. നോക്കൂ, ഈ സെൻറ്റൻസിൽ യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്ന് ഞാൻ ആശിക്കുന്നു. എന്താണ് മൈ സ്റ്റേയിങ് അറ്റ് യുവർ ഹൗസ്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് അതിനർത്ഥം. മൈ സ്റ്റേയിങ് എന്നതാണ് ഇവിടെ പൊസസീവ് ജെറണ്ട്. സ്റ്റേയിങ് എന്നത് ജെറണ്ട്, മൈ എന്ന് ചേർത്തപ്പോൾ പൊസസീവ് ജെറണ്ടായിട്ട് മാറി. ഐ ഡോണ്ട് മൈൻഡ് ഹിസ് ബീയിങ് മൈ ടീം മെമ്പർ. അവൻ എൻ്റെ ടീം മെമ്പർ ആകുന്നതിൽ എനിക്ക് വിരോധമില്ല. ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് വിരോധമില്ല. ഹിസ് ബീയിങ് മൈ ടീം മെമ്പർ, അവൻ എൻ്റെ ടീം മെമ്പർ ആകുന്നതിൽ. ഇവിടെ നോക്കൂ, പൊസസീവ് ജെറണ്ട് ഹിസ് ബീയിങ് എന്നതാണ്. ഹിസ് എന്നത് പൊസസീവ് അഡ്ജക്റ്റീവാണ്, ബീയിങ് ചേർത്തു, അതൊരു ബീയിങ് എന്നതാണ് അവിടെ ജെറണ്ട്. അപ്പോൾ ഹിസ് ബീയിങ് എന്നത് പൊസസീവ് ജെറണ്ട് ആണ്. ഇത് ഒരു ആക്ഷൻ വേർബല്ല, ഒരു സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബീയിങ്, ഹിസ് ബീയിങ്, അവൻ ടീം മെമ്പർ ആയിരിക്കുക എന്ന ഒരവസ്ഥ. ബി എന്ന വേർബിനോടുകൂടി ING ചേർക്കുമ്പോഴാണ് ബീയിങ് ആകുന്നത്. ആയിരിക്കുക എന്നാണ് അർത്ഥം. ഹിസ് ബീയിങ്ങിന് പകരം
ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ഹിം ബീയിങ് എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ മീനിങ് തന്നെ ഡിഫറൻ്റ് ആവും. ഹിം ബീയിങ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ ഡോണ്ട് മൈൻഡ് ഹിം ബീയിങ് മൈ ടീം മെമ്പർ എന്നാണെങ്കിൽ അതിൻ്റെ മീനിങ് ഡിഫറൻ്റ് ആണ്. ബീയിങ് എന്നത് അവിടെ ജെറണ്ട് അല്ല, അവിടെ അത് പാർട്ടിസിപ്പിൾ ആണ്. ചെറിയ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതെന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാവും. ഐ സോ ഹിം സ്റ്റാൻഡിങ് ദർ. ഐ സോ ഹിം സ്റ്റാൻഡിങ് ദർ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിൽക്കുന്നത് കണ്ടു എന്നാണ്. ഇവിടെ അവനെ കണ്ടു എന്നതിനാണ് ഇമ്പോർട്ടൻസ്. പേഴ്സൺ, ഹിം എന്ന വാക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അവനെ കണ്ടു, അവനവിടെ നിൽക്കുന്നത് കണ്ടു. പക്ഷേ പേഴ്സൺ ആണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ സോ ഹിസ് സ്റ്റാൻഡിങ് ദർ. ഇവിടെ എന്താ മീനിങ്? ഞാൻ അവിടെ അവൻ്റെ നിൽപ്പ് കണ്ടു എന്നാണ്. ഹിസ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അത് പൊസസീവ് ജെറണ്ടാണ്. അവൻ്റെ നിൽപ്പ് കണ്ടു. നിൽപ്പ് അതായത് ആ ഒരു സ്റ്റാൻഡിങ്, ആ ഒരു ആക്ഷനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് സെൻറ്റൻസിൽ ഹിം സ്റ്റാൻഡിങ് എന്നാണ്, അവിടെ പേഴ്സൺ ആണ് ഇമ്പോർട്ടൻസ്. അതേസമയം സെക്കൻഡ് സെൻറ്റൻസിൽ ഹിസ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ, അവൻ്റെ നിൽപ്പ്, ആ സ്റ്റാൻഡിങ് എന്ന വാക്കിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ അത് സ്റ്റാൻഡിങ് എന്നത് പാർട്ടിസിപ്പിൾ ആണ്. സെക്കൻഡ് സെൻറ്റൻസിൽ സ്റ്റാൻഡിങ് എന്നത് ജെറണ്ട് ആണ്. ഐ സോ ഹിം സ്റ്റാൻഡിങ് ദർ എന്ന് പറഞ്ഞാൽ ഐ സോ ഹിം വെൻ ഹി വാസ് സ്റ്റാൻഡിങ് ദർ എന്നാണ്. ഇനി വേറൊരു സെൻറ്റൻസ്, ഹി ഡസൻ ലൈക്ക് മൈ ബീയിങ് ഹിസ് ടീം മെമ്പർ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ആണ്. നമുക്കിനി അതിനെ ഒന്നുകൂടി നോക്കാം. ഹി ഡസൻ ലൈക്ക് മൈ ബീയിങ് ഹിസ് ടീം മെമ്പർ. അപ്പോൾ ഞാൻ അവൻ്റെ ടീം മെമ്പർ ആയിരിക്കുന്നത് ഹീ ഡസൻ ലൈക്ക്, അവന് ഇഷ്ടമല്ല എന്നാണ്. ഇവിടെ മൈ ബീയിങ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എങ്കിലാണ് അതൊരു പൊസസീവ് ജെറണ്ട് ആകുന്നത്. ഞാൻ ടീം മെമ്പർ ആയിരിക്കുക എന്ന ആ ഒരു അവസ്ഥ, ആക്ഷനാണ് ഇമ്പോർട്ടൻസ്. ഇനി നമുക്കതൊന്ന് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. ഹീ ഡസൻ ലൈക്ക് മീ ബീയിങ് ഹിസ് ടീം മെമ്പർ എന്നാണ്. ഇവിടെ മീ, പേഴ്സൺ, മീ എന്ന വാക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ബീയിങ് എന്നത് അവിടെ പാർട്ടിസിപ്പിൾ ആണ്. ദേ ടോക്ക്ഡ് അബൌട്ട് മൈ ബീയിങ് റൂഡ്. They talked about my being rude. My being എന്നതാണ് പൊസസീവ് ജെറണ്ട്. ഞാൻ റൂഡായിരിക്കുന്നത് എൻ്റെ ആ ഒരു റൂഡായിരിക്കുന്ന ആ ഒരു അവസ്ഥ. ദേ ടോക്ക്ഡ് എബൌട്ട്, അവർ അതിനെപ്പറ്റി പറഞ്ഞു എന്നാണ്, അവർ സംസാരിച്ചു. ദേ ടോക്ക്ഡ് എബൌട്ട് മൈ ബീയിങ് റൂഡ്, പൊസസീവ് ജെറണ്ടാണ്. യുവർ ബീയിങ് ദർ ഗീവ്സ് മീ സ്ട്രെങ്ത്. യുവർ ബീയിങ് ദർ ഗീവ്സ് മീ സ്ട്രെങ്ത്. ഇവിടെ യുവർ ബീയിങ് എന്നത് പൊസസീവ് ജെറണ്ടാണ്. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുക എന്ന ആ ഒരു അവസ്ഥ. ഗീവ്സ് മീ സ്ട്രെങ്ത്, എനിക്ക് സ്ട്രെങ്ത് തരുന്നു. നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടാവുക എന്നതാണ് അവിടെ. ഐ അപ്രീഷിയേറ്റ് യുവർ കമ്മിങ് ഹിയർ. നിങ്ങളുടെ ഇവിടേക്കുള്ള വരവ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. യുവർ കമ്മിങ്, നിങ്ങളുടെ വരവ്, അവിടെ ആക്ഷനാണ് ഇമ്പോർട്ടൻസ്. യുവർ കമ്മിങ്. ഐ ആം ടയേർഡ് ഓഫ് ജോൺസ് കംപ്ലൈനിങ്. ജോണിൻ്റെ കംപ്ലൈനിങ്ങിൽ ഞാൻ വല്ലാതെ ടയേർഡാണ്. കംപ്ലൈനിങ് കേട്ട് വല്ലാതെ ടയേർഡായി എന്നർത്ഥം. ഇവിടെ ജോൺസ് കംപ്ലൈനിങ്, ജോണിൻ്റെ കംപ്ലൈനിങ്, പൊസസീവ് ജെറണ്ട്. ജോൺ കഴിഞ്ഞ് ഒരു അപ്പോസ്ട്രോഫി ഒക്കെ ഇട്ട് എസ് ഉപയോഗിക്കുക. അപ്പോൾ ജോൺസ് കംപ്ലൈനിങ്. ഐ നീഡ് ടു ടോക്ക് ടു യു അബൌട്ട് യുവർ റൈറ്റിംഗ്. നിങ്ങളോട് നിങ്ങളുടെ റൈറ്റിങ്ങിനെ പറ്റി എനിക്ക് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ട്. ഐ നീഡ് ടു ടോക്ക് ടു യു അബൌട്ട് യുവർ റൈറ്റിംഗ്. യുവർ റൈറ്റിംഗ് എന്നതാണ് പൊസസീവ് ജെറണ്ട്. ഇവിടെ ഐ ഡോണ്ട് നീഡ് ടു ടോക്ക് ടു യു അബൌട്ട് യു. ഐ നീഡ് ടു ടോക്ക് ടു യു അബൌട്ട് യുവർ ആക്ടിവിറ്റി ആണ് അവിടെ, യുവർ റൈറ്റിംഗ്. എനിക്ക് നിങ്ങളെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഐ നീഡ് ടു ടോക്ക് ടു യു അബൌട്ട് യുവർ റൈറ്റിംഗ്. ആ ആക്ടിവിറ്റിയെ പറ്റി, നിങ്ങളുടെ ആക്ടിവിറ്റിയെ പറ്റിയാണ് എനിക്ക് സംസാരിക്കേണ്ടത്, അല്ലാതെ നിങ്ങളെ പറ്റിയല്ല. അപ്പോൾ യുവർ ആക്ടിവിറ്റി, യുവർ റൈറ്റിംഗ് എന്ന് പറയുമ്പോഴാണ് അത് പൊസസീവ് ജെറണ്ട് ആകുന്നത്. ഇപ്പോൾ പൊസസീവ് ജെറണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് എത്രയോ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പൊസസീവ് ജെറണ്ട്സ്, ഹിസ് ബീയിങ്, ഹെർ ബീയിങ്, മൈ ബീയിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്, എങ്ങനെയാണ് അതൊരു സെൻറ്റൻസിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായ ഒരു ഐഡിയ കിട്ടിയില്ലേ?